പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ ആശീർവദിച്ച് അനുഗ്രഹിക്കുകയും ചെയ്ത പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വേക ദൈവമേ, അങ്ങേക്ക് സ്തുതി. സ്നേഹനിധിയായ ദൈവമേ, അങ്ങ് ഈ അവസരത്തിൽ ഞങ്ങളുടെ മേൽ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ഈ നിമിഷം വരെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധയും അനുഗ്രഹീതയുമായ ദൈവമാതാവേ, അങ്ങേ മക്കളായ ഞങ്ങൾ ഭക്തി ആദരവോടെ അങ്ങേ തൃപ്പാദത്തിങ്കൽ അണിഞ്ഞിരിക്കുന്നു. ജീവിതമാകുന്ന പോരാട്ടവേദിയിൽ തീർത്ഥാടകരെ പോലെ സ്ഥിരതയില്ലാതെ അലഞ്ഞുതിരിഞ്ഞ് ഇന്നിതാ അവസാനം ഞങ്ങൾ നിന്റെ പാദത്തിങ്കൽ അഭയം തേടിയിരിക്കുന്നു. അമ്മേ, അങ്ങേ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ജീവിതത്തിലെ സുഖവും സന്തോഷവും തേടിപ്പോയ ഞങ്ങൾക്ക് നിരാശയും കണ്ണീരും മാത്രമാണ് അമ്മേ ലഭിച്ചത്. ഞങ്ങളുടെ ഹൃദയങ്ങളിലെ ഭയം, സംശയം, ഉത്കണ്ഠ, ആകുലത തുടങ്ങിയവ മിശ്രമായി നിലകൊള്ളുമ്പോൾ അമ്മേ മാതാവേ, നീ അതിന് ശാന്തിയും ദിശയും ആകണമേ. കൃപാസന മാതാവേ, ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും കൊണ്ടുവന്നിരിക്കുന്നു. കൃപയുടെ നിറകുടമായ കൃപാസന മാതാവേ, നീ അവരോട് അലിവായിരിക്കണമേ. അവരിൽ നിന്റെ കൃപകൾ വർഷിക്കണമേ. നിന്റെ നീലമേലങ്കിയാൽ അവരെ പൊതിഞ്ഞു സംരക്ഷിക്കണമേ. നീ അവർക്ക് എല്ലായ്പ്പോഴും കാവലായിരിക്കണമേ, കരുതലായിരിക്കണമേ. ദൈവമാതാവേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ദുഃഖങ്ങൾ നീ നീക്കിത്തരണമെന്ന് നിന്നോട് ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. മറ്റാരോടും പറയാൻ കഴിയാത്ത, ആരിലും ആശ്വാസം കണ്ടെത്താൻ കഴിയാത്ത ഞങ്ങളുടെ ദുഃഖ മനസ്സുകൾക്ക് നീ ആശ്വാസമാകണമേ അമ്മേ. ഞങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് നീ ഇന്നു തന്നെ അറുതി വരുത്തണമേ. ശുദ്ധതയുള്ള കൗമാരത്തെയും നന്മ നിറഞ്ഞ കുടുംബ ബന്ധത്തെയും നീ പുനഃസ്ഥാപിക്കണമേ. കുട്ടികളെ നല്ല സ്വഭാവ നൈർമല്യത്തിൽ വളർത്തണമേ. കുട്ടികളെ വളർത്തുവാനായി കഷ്ടപ്പെടുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മാതാപിതാക്കളെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മേ, നീ അവർക്ക് വഴികാട്ടി കൊടുക്കണമേ. വഴിതെറ്റിപ്പോവാതെ, കാലചക്രത്തിൽ വീഴാതെ, സഭയ്ക്കും സമൂഹത്തിനും ഉപകാരമാകുന്ന നല്ല കുഞ്ഞുങ്ങളായി നീ അവരെ വളർത്തിയെടുക്കണമേ. ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പര സ്നേഹത്തിലും ദാമ്പത്യ വിശ്വസ്തതയിലും ജീവിക്കാൻ നീ സഹായിക്കണമേ. മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന എല്ലാ രോഗികളെയും മാതാവേ, നിന്റെ കൈകളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നീ അവർക്ക് ആന്തരികവും ബാഹ്യവുമായ സൗഖ്യം നൽകി അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമേ. മാരകമായ രോഗങ്ങളാൽ കഴിയുന്നവർ, ചികിത്സിക്കാൻ പണമില്ലാതെ വിഷമിക്കുന്ന രോഗികൾ, ടെസ്റ്റ് റിസൾട്ടിനു വേണ്ടി കാത്തിരിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, നീ അവർക്ക് ആശ്രയമായിരിക്കണമേ. നിന്റെ സൗഖ്യത്തിൻ്റെ കൃപ നീ അവരിൽ വർഷിക്കണമേ. നീ അവരെ സന്ദർശിക്കണമേ. നിന്റെ കരുണയുടെ വിരൽ കൊണ്ട് അമ്മേ, നീ അവരുടെ മനം സാന്ത്വനപ്പെടുത്തണമേ. മാതാവേ, ഇന്നത്തെ കാലം വിശ്വാസരാഹിത്യത്തിൻ്റെ കാലമാണ്. ലോകം ദൈവത്തെയല്ല, ആകർഷണങ്ങളെയാണ് തേടുന്നത്. പക്ഷേ അനുതാപം നിറഞ്ഞ മനസ്സോടെ ഇന്ന് ഞങ്ങൾ നിന്നെ തിരഞ്ഞു വന്നിരിക്കുന്നു. നിനക്കൊപ്പമുള്ള കുരിശിൻ്റെ വഴിയിലൂടെ നടക്കാൻ, നിനക്കൊപ്പം നിലകൊള്ളാൻ ഞങ്ങൾക്ക് നീ ശക്തിയേകണമേ അമ്മേ. നിനക്കു വേണ്ടി സാക്ഷ്യം വഹിക്കാൻ ഞങ്ങളുടെ മനസ്സിനെ നീ ഉജ്ജീവിപ്പിക്കണമേ. അമ്മേ, നിന്നിൽ ശരണം വെച്ച് ഞാൻ ജീവിക്കുകയും മരിക്കുകയും ചെയ്യട്ടെ. കഴിഞ്ഞുപോയ എൻ്റെ കാലത്തെ നീ ശുദ്ധീകരിക്കണമേ.
പുതിയ മനുഷ്യനായി നീ എന്നെ രൂപാന്തരപ്പെടുത്തണമേ. കൃപാസനം മാതാവേ, എനിക്ക് വിശ്വാസം നിലനിർത്താൻ സഹായിക്കണമേ. ക്രൂശിതൻ്റെ നാമത്തിൽ ഇന്നും എന്നേക്കും ആമേൻ.